ഹലോ ഗായ്സ്, നമുക്കിന്നൊരു പാസ്ത ഉണ്ടാക്കി നോക്കിയാലോ? വായോ. അതിനുവേണ്ടി സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ നമുക്കൊരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും, പിന്നെ ഒരു പച്ചമുളകും 2-3 അല്ലി വെളുത്തുള്ളിയും വേണം. ഇതെല്ലാം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചതിന് ശേഷം കുറച്ച് മൈദ വേണം നമുക്ക്, പിന്നെ കുറച്ച് ചൂട് പാലും വേണം, ചെറിയൊരു ചൂടുള്ള പാലും വേണം, പിന്നെ വെള്ളം വെക്കുക. അതിനകത്തേക്ക് നമുക്ക് പാസ്ത ഇട്ട് കൊടുക്കുക, ഉപ്പിട്ട് കൊടുക്കുക, പിന്നെ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. പാസ്ത നന്നായിട്ട് തിളച്ചൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് വെള്ളമൊക്കെ ഊറ്റി മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിനകത്തേക്ക് നമുക്ക് ഈ വെളുത്തുള്ളി ചെറുതായിട്ട് എരിഞ്ഞ് വെച്ച് വന്നിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്ന് പറഞ്ഞാൽ ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വരുമ്പോൾ അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന പച്ചമുളകും കൂടി അതിനകത്തേക്ക് ഇട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കുക, ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി. ഉപ്പിട്ടതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന തക്കാളിയും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴണ്ടി വരുമ്പോഴത്തേക്കും മൂടി വെച്ച് വഴറ്റിയെടുക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലാതെ തീ കൂട്ടി വെച്ച് വഴറ്റിയെടുക്കുന്നെങ്കിൽ അങ്ങനെ വേണേലും ചെയ്യാം. ഒന്ന് വഴണ്ടി വരുമ്പോഴത്തേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം, ചെറിയൊരു കളറിന് വേണ്ടി മുളക് പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന മൈദ ഇട്ട് കൊടുക്കാം. മൈദ ഇട്ട് ചെറുതായിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കി ഒന്ന് മൂപ്പിച്ചെടുക്കാം. മൈദ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പാലൊഴിച്ച് കൊടുക്കാം. പാലൊഴിച്ച് നന്നായിട്ട് ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് കുറുകി വന്നോളും. പാലിന് പകരം നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് വേണേലും യൂസ് ചെയ്യാം. ഇപ്പോൾ ഫ്രഷ് ക്രീം ഇല്ലാത്തവർക്കാണെങ്കിൽ ഈസി ആയിട്ട് പാലും മൈദ ഒഴിച്ച് ക്രീമാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും അതിനകത്തേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക. എരിവിനാവശ്യത്തിന് കുരുമുളക് പൊടിയും ഡ്രൈ ചില്ലി ഇട്ട് കൊടുക്കുക. അത് നിങ്ങളുടെ എല്ലാവരുടെയും എരിവിനനുസരിച്ചാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഡ്രൈ ചില്ലി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. അതിനകത്തേക്ക് പിന്നെ നമുക്ക് കുറച്ചൊരു പഞ്ചസാര, ഈ എരിവും മധുരമൊക്കെ ഉപ്പൊക്കെ ഒന്ന് ബാലൻസ് ആകാൻ വേണ്ടി കുറച്ചൊരു പഞ്ചസാര ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാസ്ത ഇട്ട് കൊടുക്കാം. പാസ്തയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ക്രീമി പാസ്ത ഇവിടെ റെഡിയായി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, ഈസി ആയിട്ടുള്ളൊരു പാസ്ത നമുക്ക് എല്ലാവർക്കും വീട്ടിലുണ്ടാക്കി നോക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ ബൈ.